ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ആയിട്ടുണ്ട്. ഇത് കയ്യിലോട്ടെടുത്തിട്ട് നമ്മുടെ കയ്യിൽ രണ്ടിലും ഇങ്ങനെ തൂത്തു, രണ്ട് കയ്യിലും തൂത്തു. ആദ്യം കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്താലും കഴുത്തും കൂടെ കൂട്ടി നിങ്ങൾ മസാജ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ കവിളിലോട്ട് കൊടുക്കുക. ഇത് കയ്യിൽ തീരുന്നതനുസരിച്ച് വീണ്ടും ഒഴിച്ചിട്ട് വീണ്ടും ഈ സൈഡ് ഇങ്ങനെ മസാജ് ചെയ്തു. മൂക്ക് കൊടുത്തു. ഇങ്ങനെ കവിള് മൊത്തം അങ്ങ് തേക്കുക. നെറ്റി ഇങ്ങനെ മേളിലോട്ട് വേണം ഇത് തേച്ച് പിടിപ്പിക്കാൻ. ഇതൊന്ന് തേച്ചിട്ട് കുറച്ച് നേരം നമ്മുടെ കണ്ണ് എല്ലായിടത്തും ഇത് തേക്കാവുന്നതാണ്. കുറച്ച് നേരം ഇതിങ്ങനെ അങ്ങ് വിട്ടേക്കുക. പിന്നീട് ഇത് കഴുകിക്കളയുക പോലും ചെയ്യണ്ട. നമ്മൾ ഇത് കഴുകേണ്ട കാര്യം പോലും ഇല്ല. ഇതിപ്പോൾ രാത്രി ചെയ്തിട്ട് കിടക്കണതാണ് ഏറ്റവും നല്ലത്. വളരെ ഈസിയാണ്, ചിലവ് കുറഞ്ഞതാണ്, ഒരു കെമിക്കൽ ഫ്രീ ആണ്. നമ്മൾ നാരങ്ങേനെ കട്ട് ചെയ്യുക. നാരങ്ങ കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഫുള്ള് കട്ട് ചെയ്യണ്ട, ഇതിന് നീരൊക്കെ എടുക്കാനായിട്ട്. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്കിന്ന് ഇപ്പോൾ ഭയങ്കര വെയിലാണ്, വേനൽക്കാലമാണ്. ഇപ്പോൾ സ്കിൻ എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പൊതുവെ നമ്മൾ പുറത്തിറക്കി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഡാർക്കാവും, സ്കിന്നിന് ടാൻ കൂടും. അതിനനുസരിച്ച് സ്കിന്നിന് സൂര്യൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാകും. സൺസ്ക്രീൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, പിന്നെ സ്ഥിരം സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഒട്ടും യൂസ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാം. സ്കിന്നിൽ ഡോട്ട് ഉണ്ടാകുന്ന വരെ മാറി നല്ല ഫ്രഷ് സ്കിൻ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇനി വേണ്ട സാധനങ്ങൾ നോക്കാം. ആദ്യം വേണ്ടത് നമുക്ക് 1 സ്പൂൺ പാലാണ്, പിന്നെ കോട്ടൺ വേണം, കുറച്ച് വെള്ളം വേണം, പിന്നെ വേണ്ടത് അലോവേര ജെല്ലും, നമുക്ക് ഫ്രഷ് ഒരു നാരങ്ങയാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം. ഇപ്പോൾ നമ്മൾ വെയിലത്തുനിന്ന് വന്ന ഉടനെ ആദ്യം സ്കിന്നൊന്ന് ക്ലിയർ ആക്കാനായിട്ട് നമുക്ക് വെയിലടിച്ചു, നമ്മളിങ്ങ് വന്നു കഴിയുമ്പോഴത്തേനും ഫ്രിഡ്ജിൽ തണുത്ത പാലല്ല യൂസ് ചെയ്യേണ്ടത്, സാധാ നോർമൽ ഇതിലിരിക്കുന്ന പാല്. ഇപ്പോൾ തണുത്തിരിക്കുകയാണെങ്കിൽ എടുത്ത് നമ്മൾ വെക്കുക, എന്നിട്ട് തണുപ്പ് പോവുക, എന്നിട്ട് എടുക്കുക. എന്നിട്ട് ആദ്യം കോട്ടണിൻ്റെ കുറച്ചെടുക്കുക, എന്നിട്ട് ഇങ്ങനെ മുക്കണം. മുക്കിയിട്ട് നമുക്കിതൊന്ന് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുള്ളൊന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ കണ്ണ്, നെറ്റി, നമ്മുടെ ഫേസ് ഫുള്ള് കൊടുക്കുക. അതോടൊപ്പം നമ്മൾ കഴുത്തിലും ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പം നിങ്ങൾക്കിത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാം. നമ്മളിപ്പോൾ ഇതൊന്ന് വെച്ചിട്ട് സാധാ നോർമൽ വാട്ടർ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ പാലൊന്ന് തേച്ചിട്ട് ഇങ്ങനെ ശരിക്കും കൺകുഴി ഇങ്ങനെയുള്ള സ്ഥലമെല്ലാം കൂട്ടി ഒന്ന് മസാജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം അവിടെ തന്നെ ഇരിക്കാൻ വെക്കുക. ഒരു 5 മിനിറ്റ് നേരം ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പാലിനൊരു പശുപ്പുണ്ട്, അപ്പോൾ അത് സ്കിന്നിലോട്ട് പെട്ടെന്നാവും. അപ്പോൾ അത് മാറാനാണ് ഇച്ചിരി വെള്ളം കൂടെ കൂട്ടി നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കോട്ടൺ എടുക്കുക. ഇതൊന്ന് മുക്കി ഫുള്ളായിട്ടൊന്ന് തുടച്ച് മാറ്റണം. നമുക്ക് സോപ്പ് വേണ്ട, ഫേസ് വാഷ് വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോൾ കോട്ടണിൽ ഇങ്ങനെ മുക്കിയെടുക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഈ കോട്ടണിൽ നമ്മൾ സാധാ കഴുകുന്നതിലും ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ നമ്മുടെ കോട്ടണിൽ നന്നായിട്ട് മുഖത്ത് ടാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ കഴുകിക്കളഞ്ഞാൽ പാല് കൂട്ടിയുള്ള ടാൻ പോകാൻ പാടാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങളിങ്ങനെ കാണിച്ചു തരുന്നത്. അങ്ങനെ ഫേസ് ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്കൊരു ക്രീം ഉണ്ടാക്കാം. നമ്മൾ നാരങ്ങേനെ കട്ട് ചെയ്യുക. നാരങ്ങ കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഫുള്ള് കട്ട് ചെയ്യണ്ട, ഇതിന് നീരൊക്കെ എടുക്കാനായിട്ട്. ഒരു ശകലം കട്ട് ചെയ്തിട്ട് ഇച്ചിരി നീര് അങ്ങോട്ട് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലോവേര ജെല്ല് എടുക്കണം. അതിൽ നിന്ന് ഒരു ഡോട്ട് ഇങ്ങനെ എടുക്കും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. ഒരിക്കലും നമ്മൾ വീട്ടിലത്തെ ജെല്ല് എടുക്കണ്ട, അത് നല്ലതായിട്ട് ഇങ്ങനെ ഡൈലൂട്ടായി കിട്ടില്ല. ചില സ്കിന്നിന് അലർജി ഉണ്ടാവും. നമ്മൾ എത്ര നേരം അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറാൻ വെച്ചാലും എല്ലാ സ്കിന്നിനും ഒരിക്കലും ഇത് സെറ്റാവില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. ഈ കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി വെള്ളരിക്ക നീരും കൂടെ ചേർക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ഇത് മാത്രം മതി. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഡൈലൂട്ടായിട്ടുണ്ട്. ഇത് കയ്യിലോട്ടെടുത്തിട്ട് നമ്മുടെ കയ്യിൽ രണ്ടിലും ഇങ്ങനെ തൂത്തു, 2 കയ്യിലും തൂത്തു. ആദ്യം കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്താലും കഴുത്തും കൂടെ കൂട്ടി നിങ്ങൾ മസാജ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ കവിളിലോട്ട് കൊടുക്കുക. ഇത് കയ്യിൽ തീരുന്നതനുസരിച്ച് വീണ്ടും ഒഴിച്ചിട്ട് വീണ്ടും ഈ സൈഡ് ഇങ്ങനെ മസാജ് ചെയ്തു. മൂക്ക് കൊടുത്തു. ഇങ്ങനെ കവിള് മൊത്തം അങ്ങ് തേക്കുക. നെറ്റി ഇങ്ങനെ മേളിലോട്ട് വേണം ഇത് തേച്ച് പിടിപ്പിക്കാൻ. ഇതൊന്ന് തേച്ചിട്ട് കുറച്ച് നേരം നമ്മുടെ കണ്ണ് എല്ലായിടത്തും തേക്കാവുന്നതാണ്.
കുറച്ച് നേരം ഇതിങ്ങനെ അങ്ങ് വിട്ടേക്കുക. പിന്നീട് ഇത് കഴുകിക്കളയുക പോലും ചെയ്യണ്ട. നമ്മൾ ഇത് കഴുകേണ്ട കാര്യം പോലും ഇല്ല. ഇതിപ്പോൾ രാത്രി ചെയ്തിട്ട് കിടക്കണതാണ് ഏറ്റവും നല്ലത്. ഒരു സ്മെല്ലുണ്ടാവില്ല, ഒട്ടലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. രാവിലെ നോർമൽ വാട്ടറിൽ കഴുകുക. സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനും ഫ്രഷ് ആയിട്ടിരിക്കാനും ആൻറ്റി ഏജിങ്ങിനും. ചിലരുടെ സ്കിന്നിൽ തുള ഉണ്ടാവാറുണ്ട് സ്കിന്നിന്, അതൊക്കെ മാറും. പിന്നെ ചിലരുടെ കാരകൾ പൊട്ടാതിരിക്കും, അതൊക്കെ മാറി നല്ല ഫ്രഷായ സ്കിന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, ചിലവ് കുറഞ്ഞതാണ്, ഒരു കെമിക്കൽ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ട്രൈ ചെയ്യുക.